ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ECSും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയൊരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോൾ പോലത്തെ ഒരു സംഭവം, അതായത് ഒരു എലിപ്സ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു ECS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗ്രാഫ് എഡിറ്റർ വരുന്നത്. ആ ഗ്രാഫ് എഡിറ്ററിൽ ഇപ്പോൾ ഒന്നും കാണാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു കീ ഫ്രെയിമും സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്രാഫ് എഡിറ്റർ എന്ന് പറയുന്ന ടൂളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് എഡിറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് ഗ്രാഫ് കാണാൻ പറ്റും. സ്പീഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് സ്പീഡ് കൂടി 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 വന്നിട്ട് ഒരു 700 പിക്സൽ പെർ സെക്കൻഡ് എത്തുന്നുണ്ട്. അങ്ങനെ പിക്സൽ പെർ സെക്കൻഡ് എത്തിയതിനു ശേഷം പിന്നെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 0-ലേക്ക് തന്നെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം നമ്മൾ ഓൾറെഡി അതിന് നമ്മൾ ECS അപ്ലൈ ചെയ്തിട്ടുണ്ട്. ECS അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സ്ലോലി തുടങ്ങിയിട്ട് പിന്നെ അത് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ECS ഒന്ന് ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ECS ഒന്ന് ഓഫ് ആക്കി കാണിച്ചു തരാം. അത് ഓഫ് ആക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ആ കീ ഫ്രെയിമിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് രണ്ടിലും ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ECS ഓഫ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ഗ്രാഫ് എഡിറ്ററിൽ പോയി നോക്കാം. അപ്പൊ ECS ഓഫ് ആക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്, ECS ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡായിരിക്കും, തുടക്കം മുതൽ അവസാനം വരെ സ്പീഡിൽ തന്നെ ആയിരിക്കും അത് പോകുന്നുണ്ടാവുക. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഏകദേശം 500 അല്ലെങ്കിൽ 450 പിക്സൽ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതേ സ്പീഡിൽ തുടക്കവും അവസാനവും അതേ സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ECSും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ECS ഒന്നുകൂടി കൊടുക്കാം, എന്നിട്ട് അതിനൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നിലവിൽ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കീ ഫ്രെയിം അസിസ്റ്റന്റ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യാണ്, ECS ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ECS അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് എഡിറ്ററിൽ പോയിട്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. നമുക്കിപ്പോൾ അതിൽ താഴെയായിട്ട് ഒരു പോയിന്റ് കാണാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഏറ്റവും സ്പീഡ് കിടക്കുന്നത് 700 പിക്സൽ പെർ സെക്കൻഡ് ആണ്. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ 0 ആണ് കിടക്കുന്നത്. അപ്പൊ ആ 0-ൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പീഡ് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഇങ്ങനെ അല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു ഐന്റെ ചിഹ്നം കണ്ട അതിന്റെ തൊട്ടടുത്ത് വന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അതായത് നിങ്ങളിൽ ഈ രൂപത്തിലായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവുക. അങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ താഴെയായിട്ടൊരു ഐ ചിഹ്നം നിങ്ങൾ കണ്ടോ, അതിന്റെ തൊട്ടടുത്തുള്ള ആ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും എഡിറ്റ് സ്പീഡ് ഗ്രാഫ്, എഡിറ്റ് വാല്യൂ ഗ്രാഫ് എന്ന്. അതിൽ നമുക്ക് എഡിറ്റ് സ്പീഡ് ഗ്രാഫ് കൊടുത്താൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് നീക്കി നോക്കാം. അപ്പൊ ഞാൻ ഈ അതിന്റെ മുകളിൽ ആ പോയിന്റിന് മുകളിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒരു യെല്ലോ കളറിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ആ ഹാൻഡിൽ പിടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ 300 സ്പീഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. അതെന്ത് ചെയ്യാ ചെയ്യേണ്ടത്, ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കാം. അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഏറ്റവും സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ വളരെ സ്പീഡിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. എന്നിട്ട് സ്പീഡ് കുറയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഈ ഒരു രൂപത്തിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1000 പിക്സലിലേക്കാണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ പ്ലേ ചെയ്ത് നോക്കിയാൽ സ്ലോലി വന്നിട്ട് പെട്ടെന്ന് സ്പീഡ് കൂടി പിന്നെ പെട്ടെന്ന് സ്ലോ ആയി, അങ്ങനെ നിങ്ങൾക്ക് വന്നത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ 0-ൽ നിന്ന് 1000-ലേക്ക് സ്ലോലി ഇങ്ങനെ കൂടി കൂടി പെട്ടെന്ന് 1000 എത്തുന്നു. അപ്പൊ നല്ല സ്പീഡ് ആവുന്നു, പിന്നെ നേരെ 0-ലേക്ക് തന്നെ വരുന്നു. ഓക്കെ, സംഭവം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു ഗ്രാഫ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സ്പീഡ് പല രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോൺസ്റ്റന്റ് ആക്കണേ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സ്പീഡ് തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്പീഡ് വളരെ കുറയ്ക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ സൈഡിൽ ടൈമും അതുപോലെ തന്നെ ഈ ഒരു സ്പീഡും വെച്ചിട്ടുള്ള ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇത് കേവലം ഒരു പൊസിഷന് മാത്രം ചെയ്യുന്ന സംഭവമല്ല കേട്ടോ. ഇത് ഈ സെയിം സാധനം നമുക്ക് സ്കെയിലിനും ചെയ്യാൻ പറ്റും, റൊട്ടേഷനും ചെയ്യാൻ പറ്റും, എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രാഫ് എഡിറ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ജസ്റ്റ് ഒരു മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ പ്രൊജക്റ്റും കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി മറ്റ് അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.